ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇത് മണാലിയിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് മണാലിയിലെ സ്നോ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ്. സാധാരണഗതിയിൽ ആളുകൾ സ്നോ ആക്ടിവിറ്റീസിന് വേണ്ടി ചൂസ് ചെയ്യാറുള്ളത് സൊളാങ് വാലിയാണ്. പക്ഷേ കഴിഞ്ഞ 20 ദിവസമായിട്ട് സൊളാങ് വാലിയിലും മണാലിയിലൊന്നും മഞ്ഞ് പെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് സ്നോ ആക്ടിവിറ്റീസിന് പോകുന്നത് സൊളാങ് വാലിയേക്കാളും ഏകദേശം 2000 അടി കൂടി ഉയരത്തിലുള്ള ഗ്രാംഫു സ്നോ പോയിന്റിലേക്കാണ്. സ്നോ ആക്ടിവിറ്റീസിനുള്ള ജാക്കറ്റുകളെല്ലാം നമുക്ക് പോകുന്ന വഴികളിൽ തന്നെ റെന്റിന് ലഭിക്കുന്നതാണ്. 250 രൂപയോളമാണ് അതിന് ചെലവാകുന്നത്. ഇത് രണ്ടാം തവണയാണ് ഞാൻ മണാലിക്ക് വരുന്നത്. ഇതിനു മുമ്പ് വന്നത് 2019 എൻ്റെ പ്രിയപ്പെട്ട TTC ബാച്ചിൻ്റെ കൂടെയായിരുന്നു. അന്ന് അവരോടൊപ്പം കണ്ട കാഴ്ചകൾ നാളുകൾക്ക് ശേഷം ഇന്ന് വീണ്ടും കാണുമ്പോൾ അവരെ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ആ ബാച്ചിലുണ്ടായിരുന്ന ഒരാളെ എനിക്കിപ്പോൾ മിസ് ചെയ്യേണ്ടി വരുന്നില്ല എന്നതാണ്. ചില വഴികൾ കണ്ടപ്പോൾ അത്രമേൽ പ്രിയപ്പെട്ട ഓർമ്മകൾ പങ്കുവെച്ചതാണ് കേട്ടോ. നമ്മുടെ യാത്ര അടൽ ടണലിലേക്ക് കടക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 10,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ തുരങ്കമാണിത്. മണാലിയെയും ലാഹുൽ സ്പിതി താഴ്വരകളെയും ബന്ധിപ്പിക്കുന്ന ഈ തുരങ്കം നാഷണൽ ഹൈവേ 3യുടെ ഭാഗമാണ്. മണാലി തൊട്ട് ഈ നിമിഷം വരെ വളരെ വിദൂരത്തിലാണ് മഞ്ഞുമലകൾ കണ്ടിരുന്നത്. എന്നാൽ ഈ അടൽ ടണൽ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച ഇതാണ്. മഞ്ഞു മൂടിക്കിടക്കുന്ന ലാഹുൽ താഴ്വരയുടെ മനമയക്കുന്ന ദൃശ്യങ്ങളാണ് ഈ തുരങ്കം കഴിഞ്ഞു വന്ന് ഞങ്ങളെ സ്വാഗതം ചെയ്തത്. തുരങ്കവും കടന്ന് ചിനാബ് നദിയുടെ തീരത്തുകൂടിയുള്ള അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഗ്രാംഫു സ്നോ പോയിന്റിലെത്തി. സ്നോ പോയിന്റിന്റെ ഏറ്റവും മുകളിലേക്ക് എത്തുവാൻ വേണ്ടി ATVs ഉണ്ടായിരുന്നു. അതിന്റെ ഒരു റൈഡിന് അവർ 2500 രൂപയാണ് ചാർജ് ചെയ്തത്. ഇവിടെ വന്നിട്ട് ഈ ശാന്തമായ മഞ്ഞുമലകളെയൊക്കെ നോക്കിയിരുന്ന് ഒരു ചായയും നൂഡിൽസും ഒക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകതരം ഫീൽ ഉണ്ട്. അത് നമ്മുടെ മനസ്സിനെ നല്ലോണം റിഫ്രഷ് ചെയ്യും, പീസ്ഫുള്ളാക്കും. അതൊരു അടിപൊളി ഫീലാണ്. സൊളാങ് വാലിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗ്രാംഫു കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആണ്. കുത്തനെ ചെരിവുള്ള മലനിരകളിലേക്ക് ഫാമിലിയായി പോയാൽ എല്ലാവർക്കും മുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റണമെന്നില്ല. എന്നാൽ തണുപ്പും കുറച്ചുകൂടി ഹൈ ആൾട്ടിറ്റ്യൂഡും ATV റൈഡും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഗ്രാംഫു ഒരു സ്വർഗം തന്നെയാണ്. മനസ്സ് നിറയെ ഓർമ്മകളുമായി ഞങ്ങൾ മലയിറങ്ങുകയാണ്. വഴിയരികിൽ ആദ്യം കണ്ട ഹോട്ടലിൽ വണ്ടി നിർത്തി. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവിടെ നൂഡിൽസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതും കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് തിരിച്ചു.